വെൽക്കം ടു ജോബിസ് കിച്ചൺ. ജോബിസ് കിച്ചണിൽ ഇന്ന് ചെയ്യുന്നത് മാങ്ങ അച്ചാറാണ്. അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ ചേരുവകളുടെ ആദ്യപടി എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങ കട്ട് ചെയ്ത് എടുക്കുക എന്നതാണ്. ഞാനിപ്പോൾ 1 കിലോളം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്നുകിൽ തിളച്ച് ആറിയ വെള്ളത്തിൽ മാങ്ങ കഴുകിയെടുത്ത് കട്ട് ചെയ്യുക, അതല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് വെള്ളം ഉണക്കിയെടുത്തിട്ട് കട്ട് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ മാങ്ങയമോ അല്ലെങ്കിൽ മാങ്ങ ഇടുന്ന പാത്രത്തിലോ കട്ടിങ് ട്രേയിലോ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ വെള്ളം ഒരിക്കലും പച്ചവെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകരുത്. നമുക്കായി തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 8 അതല്ലെങ്കിൽ 10 മണിക്കൂർ നമ്മൾക്ക് ഇതൊന്ന് എടുത്തു വയ്ക്കണം. അതിന് ശേഷമേ നമ്മൾ അച്ചാറിടാൻ പാടുള്ളൂ. അപ്പോൾ ഈ 8-10 മണിക്കൂർ നമ്മൾ ഈ ഉപ്പിട്ടേക്കണോണ്ട് മാങ്ങയിലെ വെള്ളമൊക്കെ പുറത്തേക്ക് കക്കി പോകുന്നോളും. അപ്പോൾ നമുക്കിതൊരു 8-10 മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒരു പാത്രം വെച്ച് നമ്മൾക്കത് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാങ്ങ അതിൻ്റെ വെള്ളമൊക്കെ അതേ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ചേരുവകളൊക്കെ നോക്കാം. ഞാൻ ഒരു 100 മില്ലി നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വിനാഗിരി ആവശ്യത്തിന് വേണം, കായപ്പൊടി വേണം, ഞാൻ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചോപ്പ് ചെയ്യുമ്പോൾ അല്പം കനം കൂട്ടി ചോപ്പ് ചെയ്യുക. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, വേപ്പില, വെളുത്തുള്ളി ഞാൻ വലിയ വെളുത്തുള്ളിയൊക്കെ 2ആക്കി പൊളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക്. ഇത്രയും ചേരുവകളാണ് നമ്മളുടെ അച്ചാറിന് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഇച്ചിരി കടുകും വേണം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് നല്ലെണ്ണ ഒഴിച്ച് നന്നായി തിള വന്നതിന് ശേഷം നമ്മുടെ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഈ ഓയിൽ, അതായത് നമ്മുടെ നല്ലെണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ കടുക് പൊട്ടിക്കാനായിട്ട് ഇടാവൂ. അപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മളുടെ അച്ചാറിലേക്ക് കിട്ടും. നമ്മൾ എണ്ണ തിളക്കുന്നതിന് മുമ്പ് കടുക് ഇട്ടാൽ അത്രയ്ക്ക് സ്മെല്ല് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾക്ക് നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് പൊട്ടി തീരുന്നതോടുകൂടി നമ്മൾക്ക് കുറച്ച് വറ്റൽമുളക്, അതായത് ഓരോ വറ്റൽമുളകും 2ആക്കി ഒന്ന് നുറുക്കി നമുക്കെടുക്കാം. ഞാനിവിടെ 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും നമ്മളുടെ നല്ലെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ബ്ലാക്ക് കളറ് ആയി വരുന്ന ആ സമയത്ത് നമ്മളുടെ വെളുത്തുള്ളി എടുത്തു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ ഇത്തിരി നീങ്ങി നിന്ന് ഇടുക. ഇത് നമ്മൾക്കൊന്ന് വാട്ടിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കരുത്, ഒരു മീഡിയം ഫ്രൈ അത്രയും നമ്മൾക്കിത് വേണ്ടു. അപ്പോൾ നമ്മൾക്ക് ആ പരുവത്തിലേക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടേണ്ടത് നല്ലതാണ്. ഇത് നമ്മളുടെ അച്ചാറിൽ കിടന്ന് അതിൻ്റെ പുളിയും ഉപ്പൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളുത്തുള്ളി ഒരുപാട് ഫ്രൈ ആവണ്ട, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളുത്തുള്ളി നല്ല കനമുള്ള വെളുത്തുള്ളി ആണെങ്കിൽ പൊളിച്ചിടണം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് അത് പൊളിക്കാതെ നേരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ വലിപ്പം അനുസരിച്ച് വേണ്ട വിധത്തിൽ ചെയ്യുക. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ അച്ചാറിൻ്റെ മസാലകളൊക്കെ നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. നല്ല കളറുള്ള മുളക് പൊടി നോക്കി എടുക്കുക. അതൊരു 3 സ്പൂണോളം, അതായത് 1 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾക്കൊരു 3 സ്പൂണോളം മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ എണ്ണ
തീ ചുരുക്കിയിട്ട് എണ്ണയുടെ ചൂട് ഒന്ന് കുറച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ പൊടികൾ ഇടാവൂ. തീ ഇച്ചിരി ഓഫാക്കിയിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ശേഷം ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോൾ നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് തീ കൂട്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾക്ക് വേണമെങ്കിൽ ആ മുളക് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഒഴിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് വിനാഗിരി ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മൾ നേരെ മുളകിലേക്ക് വിനാഗിരി ഒഴിക്കുമ്പോൾ ഭയങ്കര രൂക്ഷമായ ഗന്ധം വന്ന് നമ്മൾക്ക് ഒരു അസുഖം, അതായത് ഒരു സുഖക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് വിനാഗിരി പോരാ, കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കണ്ടിട്ട്. തീ നന്നായിട്ട് കൂട്ടിയിടാം. നമ്മൾക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മാങ്ങ ഒരുപാട് നേരം ഇട്ട് വേവിക്കരുത്. തിള വന്ന് ഒരു അല്പം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മളുടെ വിനാഗിരി അത്യാവശ്യത്തിന് കറക്റ്റായിട്ടുണ്ട്. പതുക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചേക്കേണ്ടതാണ്. അപ്പോൾ അധികം ഉപ്പ് ഈ സമയത്ത് ഇടേണ്ടി വരില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഉപ്പ് നോക്കി ഈ സമയത്ത് ബാലൻസ് ചെയ്യാം. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന, അതായത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2-3 സ്പൂൺ ഉലുവ എടുത്താണ് വറുത്തത്. അത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്തേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ഒന്ന് തിള വന്നിട്ടുണ്ട്. നമുക്ക് ഈ കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വേവായി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കുഴയാത്ത മാങ്ങ നോക്കിയെടുക്കുക. അതേമാതിരി തന്നെ നാര് കുറഞ്ഞ മാങ്ങ, ചില മാങ്ങയ്ക്കൊക്കെ ഭയങ്കര നാരായിരിക്കും. അപ്പം നാര് അധികമില്ലാത്ത മാങ്ങ സെലക്ട് ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ തൊണ്ട്, ചില മാങ്ങയ്ക്ക് തൊണ്ടിന് ഭയങ്കര കനമായിരിക്കും. അപ്പോൾ അധികം തൊണ്ട് കനം കുറഞ്ഞ മാങ്ങ നോക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. നമ്മളുടെ മാങ്ങേനെയൊക്കെ ഒന്ന് ഗ്രേവിയിലേക്ക് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഗ്രേവി ഒന്നും കൂടി ടൈറ്റ് ആവും. അപ്പോൾ അല്പം ഗ്രേവി ലൂസായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് ഇരുന്ന് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, കമൻറ്റുകൾ തന്നെ അറിയിക്കുക. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി